നമ്മൾ വീണ്ടും തിരുവനന്തപുരം നഗരസഭയിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ BJP നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്കുള്ള കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അനധികൃത നിയമനത്തിന്റെ ഒരു അജണ്ട വരുന്നുണ്ട്. CPM കൗൺസിലറെയും CPM-ന്റെ കഴക്കൂട്ടം കൗൺസിലർ ഉൾപ്പെടെയുള്ള CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും അവരുടെ ബന്ധുക്കളെയൊക്കെ തിരികെ കയറ്റിയ ഒരു അനധികൃത നിയമന പട്ടിക വരുന്നുണ്ട്. അത് ഈ കൗൺസിൽ പാസ്സാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, സകല ശക്തി ഉപയോഗിച്ചെടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ അജണ്ട തിരുത്തണമെന്ന് പറഞ്ഞിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയെ കണ്ട് വിയോജന കുറിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ LDF-നുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട്, ഒരു 10 പേരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട്, ന്യായമായ ആവശ്യത്തെ, ജനങ്ങളുടെ ആവശ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് CPM കഴക്കൂട്ടം കൗൺസിലർ LS കവിതയെ ഉൾപ്പെടെ താൽക്കാലിക ജീവനക്കാരിയായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ CPM-ന്റെ തിരുവല്ല മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഷാജു, തൃക്കണ്ണാപുരത്തുള്ള CPM പ്രവർത്തക ജാൻസി, അങ്ങനെ 56 പേർ വരുന്ന പട്ടികയിൽ 90% CPM പ്രവർത്തകരെയും CPM-ന്റെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. മുൻപ് ശ്രീ ആനാവൂർ നാഗപ്പനോട് പാർട്ടി പ്രവർത്തകരുടെ ലിസ്റ്റിൽ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. VV രാജേഷാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത്. നേരത്തെ ഇതായിരുന്നു നഗരസഭയ്ക്ക് അകത്ത് നടന്ന ദൃശ്യങ്ങൾ. ഡയസിനകത്തേക്ക് കയറിക്കൊണ്ട് മേയർക്കെതിരായിട്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അർഹതപ്പെട്ടവരെ ഒഴിവാക്കി CPM പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി കൗൺസിലർക്ക് വരെ ഇത്തരത്തിൽ നിയമനം നൽകി എന്നുള്ളതാണ് BJP-യുടെ ആരോപണം എന്ന് പറയുന്നത്. പിന്നാലെയാണ് പോലീസ് സ്ഥലത്തെത്തി ഈ പ്രശ്നമൊന്ന് സമാധാനം, ശാന്തത കൈവരിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴെന്തായാലും ഇതാണ് നമ്മൾ നേരത്തെ അവിടെ ഉണ്ടായിട്ടുള്ള കയ്യാങ്കളിയുടെ ഒക്കെ ദൃശ്യങ്ങൾ. ഇതാണ് വനിതാ പ്രവർത്തകരുൾപ്പെടെ വനിതാ പോലീസ് അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. കാരണം ഡയസിൽ കയറി മേയർക്കെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു. ജിബിൻ JB വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, വലിയ പ്രതിഷേധമാണ് നേരത്തെ ഉണ്ടായത്. നേരത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമാധാനപരമായിട്ടുണ്ട് കാര്യങ്ങൾ. ഏറെ നേരം ഈ ഒരു അവസ്ഥയിലായിരുന്നു തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം ഇന്നുണ്ടായിരുന്നത്. അല്പം മുൻപുള്ള നഗരസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മേയറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയായിരുന്നു. വനിതാ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസ് എത്തി ഇവരെ പിടിച്ചു മാറ്റേണ്ടുന്ന അവസ്ഥ ഉണ്ടായത്. നഗരസഭയിലെ നിയമനങ്ങൾ അനധികൃതമെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP-യുടെ പ്രതിഷേധം. മേയർ ഗോ ബാക്ക് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യം വിളികളുമായി പ്ലക്കാർഡുകളും ഏന്തിയിട്ടാണ് BJP പ്രവർത്തകർ ഇന്ന് കൗൺസിൽ യോഗത്തിനെത്തിയത്. എന്തായാലും ഇപ്പോൾ യോഗം പിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. BJP പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നഗരവീഥികളിലൂടെ ഒരു പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. TS ഹരികൃഷ്ണ കൂടി വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, വലിയ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമാവുകയാണ്. നേരത്തെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരം ഇങ്ങനൊരു സംഘർഷാവസ്ഥയിലായിരുന്നോ നഗരസഭ ഉണ്ടായിരുന്നത്? ഒരു അരമണിക്കൂറോളം വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയായിരുന്നു തിരുവനന്തപുരം നഗരസഭ. അതായത് പ്രധാനമായും BJP കൗൺസിലർമാർ പ്രതിഷേധിക്കാനുള്ള കാരണം ഈ അനധികൃത നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണമാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ രൂക്ഷമായ വിമർശനങ്ങളാണ് BJP കൗൺസിലർമാർ ഇന്ന് ഉന്നയിച്ചത്. BJP-യുടെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ കൗൺസിലിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. VV രാജേഷ് ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉന്നയിച്ചു. അതായത് കൗൺസിൽ യോഗം തുടങ്ങിയ സമയത്ത് തന്നെ പ്ലക്കാർഡുകളുമായി അനധികൃത നിയമനം നടക്കുന്നു എന്ന് ആര്യ രാജേന്ദ്രന്റെ പടം ഉൾപ്പെടെ ഒട്ടിച്ച പ്ലക്കാർഡുകളുമായാണ് BJP കൗൺസിലർമാർ എത്തിയത്. അവർ മുദ്രാവാക്യം വിളികളുമായി നഗരസഭയുടെ നടുത്തളത്തിൽ നിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. കൗൺസിൽ യോഗം ആരംഭിക്കുന്ന സമയത്താണ് പ്രതിഷേധക്കാർ വീണ്ടും
മേയറുടെ ഡൈസിന്റെ പരിസരത്തേക്ക് കയറുന്നത്. അവിടെ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെ നഗരസഭയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധമുള്ള പ്രതിഷേധം കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് തുടർന്നു. വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ വനിതാ പോലീസുകാർ എത്തി അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടന്നു. അങ്ങനെ ഏറെ നേരം പോലീസുകാർ പണിപ്പെട്ടാണ് വനിതാ കൗൺസിലർമാരെയും മറ്റുമൊക്കെ അവിടെ നിന്ന് നീക്കിയത്. ഇപ്പോൾ കൗൺസിൽ യോഗം പിരിഞ്ഞിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തിറങ്ങി റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധവുമായി വന്ന് നഗരസഭയ്ക്ക് മുന്നിലേക്ക് തിരികെ എത്തി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അനധികൃത നിയമനങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതാണ് BJP പ്രവർത്തകരുടെ ആവശ്യം. ഇന്ന് രാവിലെ വി രാജേഷ് സംസാരിക്കുന്ന സമയത്ത് വളഞ്ഞ വഴിയിലൂടെ CPM ഇഷ്ടക്കാർക്ക് ജോലി നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. 56 പേരെ ഇപ്പോൾ തന്നെ ഇതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് BJPക്ക് ലഭ്യമാകുന്ന വിവരമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള നിയമനങ്ങളാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. ഹരി, BJPയുടെ ആരോപണത്തിനപ്പുറത്തേക്ക് ഈ നിയമനങ്ങളിലെ വസ്തുത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. അതായത് BJP ഇത്രയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം മേയറുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. അതിതുവരെ വന്നിട്ടില്ല. 56 പേരെ തിരഞ്ഞെടുത്ത് അത് CPM അനുഭാവികളാണ്. CPM പശ്ചാത്തലമുള്ള 56 പേരെ തിരഞ്ഞെടുത്ത് നിയമനം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണം BJP ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു വിശദീകരണം മേയർ ആര്യ രാജേന്ദ്രൻ നൽകേണ്ടതാണ്. അത് ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു നിയമനം നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുണ്ട്. അഭിമുഖം നടത്തുന്നതോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും കൃത്യമായി നടന്നിട്ടില്ല എന്നാണ് BJP ആരോപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മേയറുടെ ഭാഗത്ത് നിന്ന് ഈ BJPയുടെ ആരോപണങ്ങൾക്കെതിരെ ഒരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, സ്വാഭാവികമായിട്ടും മേയറാണ് ഇനി അതിൽ വിശദീകരണം നൽകേണ്ടത്. എന്തായാലും മേയർ ഈ പ്രതിഷേധമൊക്കെ നടന്നതിന് ശേഷം മുകളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ മേയർക്ക് നേരെ കുക്കിവിളികളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മേയർ വളരെ കൂളായി തിരിച്ചുകൊണ്ട് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ജിബിൻ JB കൂടി നമുക്കൊപ്പം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജിബിൻ, പ്രവർത്തകർ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. BJP പ്രവർത്തകർ മേയർ മുകളിലേക്കും പോയി. ഇന്ന് എന്താണ് ഇനിയിപ്പോൾ അവിടെ നഗരസഭയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അക്ഷയ, ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ശേഷം BJP പ്രവർത്തകരും കൗൺസിലർമാരും റോഡിലേക്കാണ് പ്രതിഷേധവുമായി എത്തിയത്. അതിനുശേഷം ഈ മ്യൂസിയം ഭാഗത്തേക്ക് പോയ പ്രവർത്തകർ തിരികെ കോർപ്പറേഷന്റെ അകത്തേക്ക് തന്നെ വന്നു. അതിനുശേഷമാണ് ഈ കോർപ്പറേഷന് മുന്നിൽ നിന്ന് അവർ എന്തിനാണ് ഈ സമരം ചെയ്തതെന്നും ഇനി മുന്നോട്ടുള്ള പദ്ധതികൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ VV രാജേഷും അതുപോലെ BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കരമന ജയനും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഇനി കാലാവധി തീരുന്നതിന് വേണ്ടി, കോർപ്പറേഷന്റെ കാലാവധി തീരുന്നതിന് വേണ്ടി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഈ പറഞ്ഞതുപോലെയുള്ള അനധികൃത നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ ബില്ല് ഉൾപ്പെടെയുള്ള പാസ്സാക്കിയിരിക്കുന്നത്. ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ എതിർപ്പ് അറിയിച്ചതാണ്. പക്ഷേ ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായെന്ന് കൂടി അവർ ഇപ്പോൾ വിശദീകരിക്കുകയാണ്. ഏകദേശം 56ഓളം പേരെയാണ് ഈ അനധികൃത നിയമനം, കാരണം താൽക്കാലിക ജീവനക്കാരെ 56ഓളം പേരെയാണ് അനധികൃതമായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ BJP ഏറ്റവും പ്രധാനമായും അവകാശപ്പെടുന്നത്. കാരണം ഈ 56 പേരിൽ നിലവിലെ BJPയുടെ കൗൺസിലർമാർ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പാർട്ടിയുമായി പശ്ചാത്തലമുള്ള CPM-മായി പശ്ചാത്തലമുള്ളവരാണ് ഈ 86 പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നാട്ടിൽ യുവാക്കളും മറ്റുള്ളവരും തൊഴിലില്ലാതെ അല്ലെങ്കിൽ തിരികെ നടക്കുകയാണ്. ആ സമയത്താണ് യോഗ്യരായിട്ടുള്ളവർ ഉള്ളപ്പോൾ ഈ സമയം വീണ്ടും ഇവിടെ അഴിമതി ഉണ്ടായിരിക്കുന്നത്, അനധികൃത നിയമനം ഉണ്ടായിരിക്കുന്നത് കൂടിയാണ് BJP പറയുന്നത്. എന്തായാലും ഈ മാസം 19-ാം തീയതി വലിയൊരു പ്രതിഷേധം നഗരസഭയ്ക്ക് മുന്നിൽ ഉണ്ടാകുമെന്നും സത്യാഗ്രഹ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കാണുകയാണ്. അതായത് പോലീസ് എത്തി പ്രവർത്തകർ ഡയസിലേക്ക് കയറിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന സമയത്തും മേയർ അവിടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു അല്ലേ?
അക്ഷയ തന്നെയാണ്. കാരണം ഈ BJP പ്രതിഷേധവുമായി എത്തിയിട്ടും ആ പ്രതിഷേധമൊന്നും തന്നെ വകവയ്ക്കാതെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ ഡയസിലേക്ക് എത്തുകയും ഈ കാണുന്നത് പോലെ തന്നെ ഈ ഡയസിലേക്ക് എത്തുകയും അവരവരുടെ നടപടികളായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മേയർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി പോലീസ് പോലും അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമുണ്ട്. കാരണം ഈ BJP പ്രതിഷേധവുമായി ഇവിടെ എത്തിയെങ്കിൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ അതൊന്നും വകവയ്ക്കുന്നില്ല. അവർ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് പ്രതിഷേധക്കാർ മേയർക്കെതിരെ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പ്രതിഷേധക്കാരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മേയർ അവരുടെ ബില്ല് പാസ്സാക്കിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും നിലവിൽ ഇവിടുത്തെ പ്രതിഷേധം ഇപ്പോൾ ഒരു താൽക്കാലിക അയവ് വന്നിരിക്കുകയാണ്. മേയർ കൂടി ഈ യോഗം പൂർത്തിയാക്കി മടങ്ങിയതിനു ശേഷം പ്രതിഷേധത്തെ തുടർന്ന് പാതി വഴിയിൽ നിർത്തിവെച്ചാൽ അത് പൂർത്തിയാക്കി തന്നെയാണ് മേയർ മടങ്ങിയത്. അങ്ങനെയാണോ? അത് തന്നെയാണ്. പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഇന്ന് കോർപ്പറേഷന്റെ യോഗം കൂടിയത്. ആ ബില്ല് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മേയർ ആര്യ രാജേന്ദ്രൻ മടങ്ങിയിരിക്കുന്നത്.